ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ നമുക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയാലോ? പെട്ടെന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ബീഫാണ് ഇതെടുത്തിട്ടുള്ളത്. നല്ല അലുവ കഷ്ണം പോലത്തെ നല്ല പോത്തിറച്ചിയായിരുന്നു. അപ്പോൾ അതാ ഞാനൊരു 3/4 കിലോ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാള, അത്യാവശ്യം വലിപ്പമുള്ള സവാളയായിരുന്നു. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ വഴറ്റിയെടുക്കുന്ന പോലെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇറച്ചിച്ചോറിന് വലിയ പണിയൊന്നും ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. നല്ല ഒരു വെറൈറ്റി ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ബീഫ് ആണ് അതിന് ഏറ്റവും നല്ലത്. ബീഫ് അതുപോലെ കാളയിറച്ചിയും നല്ല ടേസ്റ്റാണ്. ചിക്കനും മട്ടനും അത്രയ്ക്കും വരത്തില്ല, പക്ഷേ കാളയും ബീഫും നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ സവാള വഴരാൻ വേണ്ടി നമ്മൾ ഉപ്പ് ഇടും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒന്ന് വഴന്ന് കിട്ടും. ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ, ഒരുപാട് അങ്ങ് മൊരിഞ്ഞൊന്നും കിട്ടണ്ട സവാള. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ ദാ ഈ ഒരു വാടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അതിനാവശ്യമായിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി നമുക്ക് കൊടുക്കാം. അപ്പോൾ അതാ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കൂടി ചേർത്തേക്കണേ. അപ്പോൾ അതിനുള്ള പച്ചമുളകും കൂടെ അപ്പം വഴന്ന് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളറാകുമ്പോഴാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബൾബ് വെളുത്തുള്ളിയും ഒരു വിരലിൻ്റെ അത്രയുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 5-6 പച്ചമുളക്, 1 കിലോ നമ്മൾ ഇറച്ചിക്ക് 8 പച്ചമുളക് എന്നാണ് കണക്ക്. ഒരു 5-6 മീഡിയം അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയിരുന്നു. അപ്പോൾ അതും ഞാൻ ചതച്ച് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി, ഒരു മീഡിയം തക്കാളി ഞാനൊരു 3 ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വഴന്ന് വന്നപ്പം അതിലേക്ക് ആവശ്യത്തിന് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മസാല അത്യാവശ്യം കൂടുതൽ വേണമെങ്കിൽ 2 സ്പൂൺ തന്നെ ചേർക്കണം കേട്ടോ. ആ ഒരു അളവിന് ചേർത്താൽ കറക്റ്റായിരിക്കും. നമുക്ക് ബിരിയാണിക്ക് ആ മസാല വേണമല്ലോ, അപ്പോൾ അതനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. അപ്പോൾ 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതാ 1.5 സ്പൂൺ മുളക് പൊടി. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ എന്തായാലും 1 സ്പൂൺ മതിയേ. അപ്പോൾ ഇത് അത്യാവശ്യം എരിവ് കുറവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണെങ്കിൽ 1.5 സ്പൂണോളം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് മൂക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഈ മസാല എല്ലാം കൂടെ ബീഫിനകത്ത് നന്നായിട്ട് പിടിക്കണേ, അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് നമ്മൾ ആദ്യം സവാളയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് പോരാ. എങ്കിലും ആദ്യം ഒന്ന് ഇതെല്ലാം മസാല എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, സാധാ പച്ചവെള്ളമില്ലേ, അതൊഴിച്ച് കൊടുത്താൽ മതി. ചില ബീഫിന് വെള്ളം ഇറങ്ങി വരുന്ന ബീഫ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് കുറച്ചും കൂട്ടിയും സാധാ ഇറച്ചിക്കറി വെക്കുമ്പം എങ്ങനെയാണ് വെള്ളം ഒഴിക്കുന്നത് ആ രീതിക്ക് വെക്കണം. പക്ഷേ ചാറ് ഒരുപാട് വേണ്ട നമുക്കിതിന്. അപ്പം ഇങ്ങനെ തന്നെ ആവശ്യത്തിന് അളവിനനുസരിച്ച് വെള്ളം വെക്കുക, വേവാനുള്ള വെള്ളം വെക്കുക. അതല്ല വെള്ളം കൂടിപ്പോയെങ്കിൽ നമ്മൾ വെന്ത് കഴിഞ്ഞ് വീണ്ടും വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പം സാധാരണ നമ്മൾ ഇറച്ചിക്കറിക്കുള്ള ആ വെള്ളത്തെക്കാട്ടിലും കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ബീഫ് വേവാൻ വേണ്ടി കുക്കർ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് റൈസ് വെക്കാവേ. അപ്പോൾ റൈസിന് ആവശ്യമായിട്ടുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന്. അതുപോലെ തന്നെ ഒരു ചെറിയ സവാള, അത് ഒന്ന് നമുക്ക് ഉള്ളിയുടെ മണം നല്ല ഇഷ്ടമല്ലേ, അപ്പോൾ ആ ഉള്ളി നല്ല മൊരിഞ്ഞ് ആ വരുന്നിടം വരെ ഒന്ന് നല്ല നെയ്ക്കകത്ത് കിടന്ന് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ബേ ലീഫും അതുപോലെ കറുവാപ്പട്ടയും 2 ഗ്രാമ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ മസാലയൊന്നും മണം വരുമല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് മസാലകളൊന്നും വേറെ ചേർക്കുന്നില്ല. ഏലക്കായും കറുവാപ്പട്ടയും 2 കുഞ്ഞു ഗ്രാമ്പുവും അത്രയേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വഴന്ന് ആ മണമൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, സാധാരണ നമ്മൾ നെയ്ച്ചോറിന് വെക്കുന്ന വെള്ളം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ്.
അപ്പോൾ ദാ ഈ ഒരു റൈസ് വെക്കുമ്പം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വയ്ക്കാവുള്ളേ. അപ്പോൾ നിങ്ങളുടെ അരിയുടെ വേവിനനുസരിച്ച് നോർമലി എപ്പോഴും നമ്മൾ നെയ്ച്ചോറ് വറ്റിച്ചെടുക്കുന്ന ആ ഒരു രീതിക്ക് വെക്കുന്നതെങ്കിൽ അതിലും കുറച്ച് വെള്ളമേ വെക്കാവുള്ളൂ. അപ്പോൾ ദാ അതിലേക്ക് ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1 സ്പൂൺ മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 സ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മീറ്റ് മസാല ഡ്രീം സ്റ്റൈൽ കിടപ്പുണ്ട്, നല്ല മസാലയാണ്. ഞാനതിൽ നന്നായിട്ട് ഇതിനെല്ലാം മാച്ച് ചെയ്യുന്ന മസാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് സെല്ല റൈസ് ആയിരുന്നു ചേർത്ത് കൊടുത്തത്. ഏത് റൈസും ഇറച്ചിച്ചോറിന് ചേരും എന്ന് വെച്ചാൽ ബിരിയാണി അരി, എല്ലാം നെയ്ച്ചോറ് അങ്ങനെയൊക്കെയുള്ള ഏത് റൈസും അരിയും അതിലേക്ക് ചേരും, മാച്ചാവും. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ വെച്ചോളൂ. സാദാ ചോറ് വെക്കുന്ന അരിയല്ല, അല്ലാത്ത നമ്മൾ ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ വെക്കുന്ന അരി ഏതാണേലും അതെടുത്ത് നമുക്ക് ഇറച്ചിച്ചോറ് വയ്ക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ചോറൊക്കെ സെറ്റായി വന്നപ്പോഴത്തേക്കിന് എൻ്റെ ഇറച്ചിയും വെന്ത് നല്ലപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസ് അത്യാവശ്യം വെള്ളമെല്ലാം വറ്റിയിട്ട് കണക്കാണ് ഞാൻ വെച്ചത്. കണക്ക് അപ്പം വെന്തില്ല, ഫുള്ള് റൈസ് വെന്തിട്ടില്ല. വേവ് കുറച്ചാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മൾ മറ്റേ ഇറച്ചി മസാല ആഡ് ചെയ്യുമ്പം അത് ദമ്മിലിരുന്നാണ് ബാക്കിയുള്ള വേവ് വരുന്നത്. അപ്പോൾ ചാറോടുകൂടി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. റൈസിലേക്ക് ചാറോടുകൂടി തന്നെ ഇറച്ചി അത്യാവശ്യം വേവണം ഇറച്ചി. കാരണം ഒരുപാട് നമ്മൾ ദമ്മിലിരുന്ന് ഒരുപാട് അങ്ങ് വേകുന്നില്ല. കാരണം അടുപ്പിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഗ്യാസിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ അത്രയ്ക്ക് ചൂട് വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം ഇറച്ചി ബീഫൊക്കെ നന്നായിട്ട് വേവിച്ച് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലുള്ളതോ എല്ലില്ലാത്തതോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ല് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതും ചേർത്തുണ്ടാക്കുന്നതും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ ആ ചാറോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ആ റൈസിന് ആവശ്യമായ ഇറച്ചി നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇറച്ചിച്ചോറ് വെക്കുമ്പോൾ റൈസ് ഇറച്ചിയും ഈക്വലായിട്ട് നിൽക്കുന്ന പോലെ തന്നെ വെക്കണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇറച്ചിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട്, അതുപോലെ തന്നെ മല്ലിയിലയോ പുതിന ഇല വേണേ ചേർക്കാം. എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പുതിന ഇല ഇട്ടിട്ടില്ല. മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി മീറ്റ് മസാലപ്പൊടിയില്ലേ അതും, അതുപോലെ ഇത്തിരി കുരുമുളക് പൊടിയും. ഇങ്ങനെ ഒരു മണത്തിന് വേണ്ടി കുരുമുളക് ബീഫിന് എപ്പോഴും നല്ല ചേർച്ചയാണ്. അപ്പം ഒരു ശകലം കുരുമുളക് പൊടിയും കൂടി അതിലേക്ക് തൂവി കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ നെയ്യ് നല്ലപോലെ നെയ്യും ചേർത്താൽ അത്രയും ടേസ്റ്റാണ്. നെയ്യ് ഇപ്പോൾ എല്ലാത്തിനും ചേർത്താൽ നല്ല ടേസ്റ്റാണല്ലോ. നമുക്ക് നെയ്യ് ബിരിയാണിക്കൊക്കെ നന്നായിട്ട് ചേർത്താലല്ലേ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഇറച്ചിച്ചോറാണെങ്കിലും നമ്മൾ നല്ല ടേസ്റ്റോടുകൂടി തന്നെ കഴിക്കാൻ ഇഷ്ടം. വേറെ ഒരുപാടൊന്നും ആഡ് ചെയ്തിട്ടില്ല. നട്ട്സും സവാളയൊക്കെ ഇഷ്ടമാണെങ്കിൽ പൊരിച്ചിടാം. ഞാൻ കുറച്ച് കുട്ടികൾക്ക് ഇഷ്ടമായതിൻ്റെ പേരിൽ കുറച്ച് സവാളയും നട്ട്സ് ഇങ്ങനെ കുറച്ചൊന്ന് പൊരിച്ചിട്ട്, ഇറച്ചിച്ചോറിന് അത് നിർബന്ധമില്ല. ബിരിയാണിയുടെ ആ ഒരു മെത്തേഡിലൊന്നും ചെയ്യണമെന്നില്ല. സാദാ ഇറച്ചിയും റൈസും മാത്രമാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രം കുറച്ച് സവാളയും നട്ട്സും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തന്നേ ഉള്ളൂ. അപ്പോൾ അത് ഓപ്ഷണലാണ്. നല്ല നെയ്ക്കകത്ത് അതങ്ങനെ തിന്നുമ്പോൾ ദം ചെയ്ത് വരുമ്പോൾ നല്ല മണമല്ലേ. നമ്മൾ ബിരിയാണിയൊക്കെ പൊട്ടിക്കുമ്പോൾ നല്ല മണം കിട്ടും. മുകളിലും തീയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ദം ചെയ്യുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ബീഫൊക്കെ നല്ല വെന്ത് അലുത്ത് നല്ല റൈസുമായിട്ട് കുഴഞ്ഞിരിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ആ നെയ്യും എല്ലാം കൂടെ ദമ്മിൽ കിടന്ന് വേകണം. അപ്പം നല്ല കൂടുതൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഗ്യാസ് അടുപ്പിൽ തന്നെയാണ് അങ്ങനെ തന്നെ വെച്ച് ദം ചെയ്ത് എടുത്തിരുന്നതാണ്. മുകളിൽ തീയൊന്നും കൊടുത്തില്ല, എങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടുകയും ഷെയർ ചെയ്യുകയും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.